ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കോലി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സിമ്പിൾ യമ്മി ചിക്കൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ കറിക്ക് വേണ്ട സാധനങ്ങളാണിത്. ഇപ്പോൾ ഇവിടെ ഒരു തക്കാളിയും ഒരു 3 ഉള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലിയിലയും വേണം. അത് നമ്മൾ ഇവിടെ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കും എപ്പോഴും. ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അത് നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഐസ് ചെയ്ത ജിഞ്ചർ ഗാർലിക്കാണ് ഇതിലോട്ട് ഇടുന്നത്. അത് നമുക്ക് സമയമാകുമ്പം കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ആവശ്യത്തിന് ഇപ്പോൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്. അപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള എത്ര ക്യൂബ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനും പറ്റും. ഇത് നമുക്ക് ഒരാഴ്ചയോളം എന്ന് വെച്ചാൽ 7 to 10 days വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ ലൈഫ് ഷുവറായിട്ട് ഈസിയാണ്. ഇത് പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതാ ജിഞ്ചർ ഗാർലിക് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ 1 ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ നമ്മൾ ക്യൂബ് ആക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അതുവരെ കാണാൻ പറ്റും. ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പണി ഒരുപാട് എളുപ്പമാണ്. നമുക്കിതിനു വേണ്ടി സമയം വീണ്ടും എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ആ ലിങ്കിലൊന്ന് കേട്ടിട്ട് നോക്കുക ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഏകദേശം 3 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം നമ്മുടെ ഈ മസാല. ഒരുപാട് കരിയാതെ സൂക്ഷിക്കണം. നമ്മുടെ മസാല ഏകദേശം ഓൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉള്ളിയുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടെ ഇടാം. നിങ്ങൾക്ക് ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ കീറിയിട്ടാലും മതി. ഞാൻ വളരെ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇടുന്നുണ്ട് ഇതിലോട്ട്. അപ്പോൾ നമ്മുടെ ഇലകളൊന്ന് വാടി വരുമ്പോഴത്തേനും 1/4 സ്പൂണോളം കുരുമുളക് പൊടി, 1/4 സ്പൂണോളം ഗരം മസാല, പിന്നെ 1/4 സ്പൂണോളം ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്തുടയണം. അപ്പം നമുക്കിതിനെ അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ ഇടണം. ചിക്കൻ ഇട്ടിട്ട് ഉടനെ വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഈ മസാലയുമായിട്ട് പിടിച്ച് ആ ചിക്കനിൽ ഡയറക്റ്റ്ലി നമുക്കിത് പിടിക്കും. മസാല നന്നായിട്ട് പിടിക്കണമെങ്കിൽ വെള്ളം ഒന്നും ഒഴിക്കാതെ കുറച്ച് സമയം ആ ചിക്കൻ്റെ വെള്ളത്തിലങ്ങ് വേകാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഏകദേശം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ തന്നെ അടച്ച് വേവിച്ചു. ഇത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ അതും ചിക്കൻ്റെ വെള്ളത്തിൽ മാത്രം വേവിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മസാല പിടിക്കും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് പച്ചയ്ക്ക് നമ്മുടെ ഈ മല്ലിയില ഒന്നുകൂടെ ഒന്ന് വിതറിയിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ മല്ലിയില താനെ ചൂടിൽ വാടി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളല്ല ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്